കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന എടപ്പള്ളി പള്ളി. കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഈ പള്ളിനെ പറ്റി പ്രധാനമായിട്ട് കേട്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇവിടെ വന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പുണ്യാളൻ നമ്മളെ പാമ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അന്ന് മുതലുള്ളൊരു പള്ളിയാണ്. പക്ഷെ അങ്ങനെ വന്ന് തൊഴുവാൻ, അകത്ത് പ്രവേശിക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ആഗ്രഹം ഇന്ന് നിറവേറുകയാണ്. ഈ പള്ളിക്ക് ഏകദേശം 14 നൂറ്റാണ്ടിന്റെ അത്രയും ചരിത്രമുണ്ട്. ഏറ്റവും പഴയ എടപ്പള്ളി പള്ളി ഏകദേശം 593 പണി കഴിപ്പിച്ചതാണ്. അതിന്റെ ആ ഒരു ഒറ്റമുറി കെട്ടിടം ഇപ്പോഴും അവരൊരു കലവറയായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 1080-ലാണ് രണ്ടാമത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു രൂപം കന്യാമറിയത്തിൻ്റെതായിരുന്നു. അതിനുശേഷം ആ ഒരു രണ്ടാമത്തെ പള്ളിയുടെ വാർഷികത്തിനൊക്കെ മദർ തെരേസയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ സ്മരണയ്ക്കായിട്ട് അവിടെ ഒരു മണിഗോപുരം നിർമ്മിക്കുകയും പിന്നീട് ഒരു മണി സ്ഥാപിക്കുകയും ഉണ്ടായി. ആ മണി പിന്നീട് പള്ളിയുടെ പ്രധാന ഗോപുരത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 2001 ജനുവരിയിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അനുഗ്രഹിച്ച 3ാമത്തെ പള്ളിയുടെ തറക്കല്ലിട്ടത്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഏറ്റവും വലിയ പള്ളിയായിട്ട് കാണുന്നത്. പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി എന്നതിനാലാണ് ഈ പള്ളി എടപ്പള്ളി പള്ളി എന്ന് പേര് വന്നതെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഏതാണ്ട് 141 അടി, അതായത് ഏകദേശം 43 മീറ്ററോളം ഉയരമുള്ള ഈ ഒരു ദേവാലയത്തിന് 88,000 ചതുരശ്ര അടി വിസ്തൃതിയാണുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് നമ്മുടെ എടപ്പള്ളി പള്ളി. യൂറോപ്യനും കേരളീയ വാസ്തുവിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിൻ്റെത്. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള സ്വർണ്ണ ഫോയിലിൽ കൊണ്ട് പൊതിഞ്ഞ തേക്ക് കൊണ്ടാണ് ഇതിന്റെ അകത്തളങ്ങളിലുള്ള ബലിപീഠമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും 2 മണിഗോപുരങ്ങളാണ്. ഒന്ന് പഴയതും പുതിയ നിയമങ്ങളും നിയമരംഗങ്ങളൊക്കെ ശില്പങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. 2 അങ്ങനെയാണ് പഴയതും പുതിയതുമായിട്ടുള്ള നിയമരംഗങ്ങൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇതിന്റെ അകത്തുള്ള ആ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട അത്ര മനോഹരമായിട്ടുള്ള, അതായത് ആ കൊത്തുപണികളൊക്കെ നമുക്ക് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കതൊന്നും ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിൽ ക്യാമറ, മൊബൈലൊന്നും അതിന്റെ അകത്തേക്ക് അലൗഡ് അല്ല. തീർച്ചയായും പ്രാർത്ഥന ആ അകത്തളങ്ങളിലേക്ക് ശരിക്കും നമുക്ക് മൊബൈൽ കയറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പിന്നെ അതിന്റെ അകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ വിശാലമായിട്ടിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പാകത്തിനുള്ള വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സീറ്റിങ്ങും എല്ലാം ഉള്ള, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പള്ളിയുടെ അകത്തേക്ക് അധികം പോയിട്ടുണ്ട്. പണ്ട് കുഞ്ഞിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തൊട്ടടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയിരിക്കുന്നത്. മനോഹരമായിട്ടാണ് അതിന്റെ അകത്തൊക്കെ ഇരിക്കാനുള്ള ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. നല്ല ശാന്തമായിട്ടുള്ള ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അതിന്റെ അകത്തത്. നിറയെ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ആ പള്ളിയുടെ അകത്തളം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ, ഈ സെൻട്രൽ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഒരു പള്ളി പെരുന്നാൾ തന്നെയാണ്. ഏപ്രിൽ 25-ന് കൊടിയേറി മെയ് 3-4-നൊക്കെ പ്രധാന പെരുന്നാളും പിന്നീട് 10-11 തീയതികളിൽ അതിന്റെ 8ാം തിരുനാളും ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു 8ാം തിരുനാൾ നടന്നത്. ഇപ്പോഴും അവിടെ നല്ല തിരക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് പുറത്തും ഒക്കെ നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കാം. അതോടൊപ്പം നമുക്കിങ്ങനെ അത് കൂടാണ്ട് കുറെ നേർച്ചകളൊക്കെ ഉണ്ട്. കോഴീനെയൊക്കെ നമുക്ക് സമർപ്പിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാനും ഇവിടുന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട്, ഈ മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നത് പഴയ പള്ളിയിലാണ്. ഇതാണ് പഴയ പള്ളി.
അപ്പൊ ഇവിടെയാണ് നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഇതിന്റെ പുറത്തൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് ഈ മെഴുകുതിരി കത്തിക്കുന്നത്. അപ്പോ ദിവസം ഇപ്പോ പിറ്റേ ദിവസം ആണെങ്കിൽ കൂടി ഇഷ്ടം പോലെ ആളുകളാണ്. എപ്പോഴും അവിടെ ആളുകൾ ഇരുന്ന് സമാധാനപരമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ എപ്പോഴും അവിടെ നല്ല തിരക്കാണ്. അവിടെ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഉച്ച സമയങ്ങളിലൊന്നും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോ നിറയെ ഇപ്പൊ ഉത്സവമല്ല, ഈ പള്ളി പെരുന്നാളായതുകൊണ്ട് തന്നെ അവിടെ കടകളും എല്ലാം നല്ല തിരക്കാണ്. പക്ഷെ നല്ല ചൂടുമാണ്, നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. എല്ലാ മതവിഭാഗങ്ങളും ആഘോഷിക്കുന്ന ഒരു പള്ളി പെരുന്നാൾ തന്നെയാണ് ഇവിടെ. എനിക്ക് എന്നിട്ട് അകത്ത് കയറിയപ്പോ എനിക്ക് പ്രസാദമൊക്കെ കിട്ടി അവിടുത്തെ. അങ്ങനെ മലരും എനിക്ക് തോന്നുന്നു എന്തോ അവലോസ് പൊടി പോലെ എന്തോ ആണ് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയതും അങ്ങനെ വാങ്ങിയതൊക്കെ. പിന്നെ ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് മെഴുകുതിരി കത്തിക്കാനൊക്കെ ഉള്ള ആ ഒരു സ്ഥലം. ഒരുപാട് ആളുകൾ അവിടെ കത്തിക്കുന്നുണ്ട്. ഞാനും മെഴുകുതിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും മെഴുകുതിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, കാരണം നല്ല വെയിലാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ഒരു കിണർ, അതായത് വറ്റാത്ത കിണർ എന്നാണ് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ആ വെള്ളം കോരി എടുത്തിട്ട് അവിടെ കുടിക്കുന്നുണ്ടായിരുന്നു, മുഖമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല രോഗങ്ങളിൽ നിന്നും രോഗമുക്തി ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഞാനും അതിന്ന് കുറച്ച് എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ അതാ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയകളിലേക്ക് ഒന്ന് കറങ്ങി. പല വിധത്തിലൊക്കെയുള്ള കൺമലുകളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. നിർഭാഗ്യവശാൽ ഞാൻ ഇന്ന് കമ്മലിടാൻ മറന്നുപോയി. അപ്പൊ അത് കാരണം തന്നെ ഞാൻ ജസ്റ്റ് ഒരു കമ്മലൊക്കെ വാങ്ങി. കുറേ ജുംക്കയുടെ ഒക്കെ പല പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനൊക്കെ. ഒന്നാമത് ഭയങ്കര ചൂടും, പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊന്നും വാങ്ങാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോ കമ്പനി ഒന്നും ഇല്ലാണ്ട്, ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇന്ന് പോയത്. വേറൊരു ആവശ്യത്തിനായിട്ട് എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറെ കണ്ടു. ഒരു കുഞ്ഞു കമ്മലൊക്കെ വാങ്ങി. എന്നിട്ട് ഇനിയിപ്പോൾ ഒരു വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഞാൻ ഇറങ്ങുവാണ്. ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം വളരെ കാലത്തിന് ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ എടപ്പള്ളി പള്ളിയിൽ വരണമെന്നൊക്കെ. അപ്പൊ അതിന്ന് സാധിച്ചു. നിർഭാഗ്യവശാൽ ആ പ്രധാന പള്ളി പെരുന്നാളിന് വരാൻ പറ്റിയില്ലെങ്കിലും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ തന്നെ വരാൻ പറ്റി. അപ്പൊ ഇനിയുള്ള വർഷങ്ങളിലും എനിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ആ പ്രധാനപ്പെട്ട ആ ദിവസം വരണമെന്ന് ആഗ്രഹമുണ്ട്. എടപ്പള്ളി പള്ളിയുടെ ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അറിയാൻ അധികമൊന്നുമില്ല. നമ്മുടെ എടപ്പള്ളിയുടെ സെന്ററിൽ തന്നെ, അതായത് എറണാകുളം സിറ്റിയുടെ സെന്ററിൽ തന്നെയാണ് എടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. മെട്രോ ഒക്കെ ആക്സസിബിൾ ആണ്. റെയിൽവേ സ്റ്റേഷനോടൊക്കെ അടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പാർക്കിംഗ് ഫെസിലിറ്റിയും ഒക്കെ ഉള്ള വലിയ ഒരു പള്ളിയാണ്. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.